വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 99ാമത്തെ മെനുവിൽ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇന്നത്തെ മെനുവില് രണ്ട് നാടൻ റെസിപ്പീസ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒന്ന് പപ്പായ അല്ലെങ്കിൽ കർമൂസ് ഉപയോഗിച്ചിട്ടുള്ള കൊപ്പക്കായ കർമൂസ് എന്താന്ന് വിളിക്കുന്നത് വെച്ചാൽ അത് വെച്ചുള്ള ഒരു മസാലക്കറിയും, പിന്നെ അമരക്കായ വെച്ചിട്ടുള്ള ഒരു തോരനും, സാലഡും, പിന്നെ അമ്മ ഉണ്ടാക്കിയ ഇൻസ്റ്റന്റ് മാംഗോ പിക്കിൾ. ഇതിന്റെ ഷോർട്സ് വീഡിയോ എന്റെ ചാനലിലുണ്ട്, വേണമെങ്കിൽ നോക്കി നോക്കൂ. പിന്നെ പപ്പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ മീലാണ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മെനുവിലേക്ക് കിടക്കാം. ആദ്യം ഉണ്ടാക്കുന്ന കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ കൊണ്ടുള്ള മസാലക്കറിയാണ്. അതിന് ഒരു മസാല ഉണ്ടാക്കണം. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മൾ തേങ്ങ ചിരകി വെച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങേനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പൊ ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് ചെല്ലാം. അപ്പൊ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഉള്ളി ചേർക്കാം. പിന്നെ പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കുക. ഇനി ഉള്ളി ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അതിനായിട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ മസാല വഴഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമുക്ക് ഇതിലേക്ക് പപ്പായ ചേർക്കാം. അപ്പോൾ കൊപ്പക്കായ അല്ലെങ്കിൽ പപ്പായ ചേർക്കാം. അതിനായിട്ട് അത് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഈ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ച് ഈ പപ്പായ ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു പകുതി വേവെങ്കിലും ആവണം. അപ്പൊ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിങ്ങനെ നല്ലോണം കിടന്ന് വഴഞ്ഞ് ഒരു മുക്കാ ഭാഗം കുക്കായി വരട്ടെ. അപ്പൊ മുക്കാ ഭാഗം കുക്കായി മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ട് അപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അപ്പൊ ഇതിപ്പോ തീരെ വെള്ളം ഇല്ലാത്ത പോലെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. അപ്പൊ കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ മറക്കരുത്. ഇനി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ലോണം തിളച്ചോട്ടെ. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഗ്യാസിൽ നിന്ന് ഇറക്കാനായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പപ്പായ മസാല കറി, സിമ്പിൾ ആയിട്ടുള്ള കറി റെഡിയായി. ഇനി അടുത്തത് അമരക്കാ തോരൻ. ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് പറയാം. വെളിച്ചെണ്ണ മീഡിയം ഫ്ലെയിമിൽ ഒരു പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, ഉഴുന്ന്, പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അമരക്കായും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അമരക്കായ ഇങ്ങനെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തിന്നായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അമരക്കായ നന്നായി വെന്ത് വരുന്ന വരെ വേവിച്ചെടുക്കണം.
അപ്പോൾ വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായി മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പിട്ട് മൂടി വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അമരക്കായ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങയിൽ ചെറിയുള്ളി ജീരകവും കൂടി ഇട്ടിട്ട് ചതച്ചെടുത്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള അമരക്കായ തോരൻ റെഡി. അപ്പൊ ഇന്നത്തെ മെനുവിലുള്ള 2 റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഈ 2 റെസിപ്പീസും വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ മെനുമായി വരുന്നവരെ ബൈ ബൈ.